സൂപ്പർ സൂപ്പർ. മാൾഡീനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ അത്ര ഉള്ളു. കണ്ട ഒരു ഫിനസ് അടിക്കടാ. കളിയാൻ പറ്റിയില്ല. അയ്യോ. ഹലോ എഫ് സി ഗാങ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് തൊട്ടാണ് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു എഫ് സി കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എഫ് സി റിലേറ്റഡ് വീഡിയോസിനായി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ടീം ഓഫ് ദി ഇയർ സെക്കൻഡ് വീക്ക് വന്ന മാൾഡീനിൻ്റെ ഹോൺസ്റ്റൈലോ റിവ്യൂ ചെയ്യാൻ പോകുന്നു. അതായത് എങ്ങനെ അതിന് ട്രെയിൻ ചെയ്യണം, വീക്ക് പോയിൻറ്റ്സും സ്ട്രോങ് പോയിൻറ്റ്സൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ F2P ടീം അല്ലേ, മാൾഡീനി 121. മാൾഡീനി എനിക്ക് ശരിക്കും കിട്ടിയത് ഈ ഹോണറബിൾ മെൻഷൻ ഡ്രാഫ്റ്റ് വരുന്നതിന് മുന്നേ, അതായത് വീക്ക് 4 അൾട്ടിമേറ്റ് ടീം ഓഫ് ദി ഇയർ വരുന്ന സമയം ഈ ജിങ്ക വരുന്നതിന് മുന്നേ ഈ ഐക്കൺസ് കൊണ്ടുണ്ടായിരുന്നു. അതിലായിരുന്നു എനിക്ക് 170 മാൾഡീനി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 100 എണ്ണം കറക്കി, അതായത് എത്രത്തോളം, 3 മില്യൺ ജെംസിന് മാൾഡീനി വർത്താണ്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസാണ്. S2H പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും വളരെ നല്ലൊരു കാർഡാണ് മാൾഡീനി. ഇപ്പോൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 163 പേസ്, സ്ട്രൈക്കറിന് വേണ്ട പേസൊക്കെ ഉണ്ട്. ഷൂട്ടിങ് കുഴപ്പമില്ല, ആവശ്യമില്ലല്ലോ, ഡിഫൻഡർ അല്ലേ. ഡിഫെൻഡിങ് 213 ഉണ്ട്. പ്രോബബ്ലി നല്ലൊരു ഡിഫെൻഡിങ് ആണ്. ഫിസിക്കൽ നല്ലോണം ഉണ്ട്. LB ഒരെണ്ണം കൂടി റാങ്കപ്പ് ചെയ്തിട്ട് മാക്സിമം ഫിസിക്കലാക്കുകയാണെങ്കിൽ LB നിർത്താൻ പറ്റും. ആട്രിബ്യൂട്ട്സ് കുഴപ്പമില്ല. ഇത് കുറേ നല്ല ട്രേറ്റ്സ് ഉണ്ട്. ഡൈവ് ഇൻ ടു ടാക്കിൾസൊക്കെ വളരെ ഇതായിട്ട് എടുക്കും. റിയൽ ലൈഫിൽ പോലെ തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട് S2Hൽ. നമ്മൾ നമ്മുടെ ജിങ്ക ഇവൻ്റെ S2H ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം. ജിങ്ക ഇവൻ എവിടെയാണ്? അവിടെ പോയിട്ട് H2H കാണിച്ചു തരാം. ചിലപ്പോൾ തോൽക്കും, പറയാൻ പറ്റില്ല. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് ഇത് നോക്കാം. ഫ്രീ ജിങ്ക ടിക്കറ്റ് മാച്ച് ഉണ്ടല്ലോ, 0 മിനിറ്റ് തൊട്ട് തുടങ്ങും. അപ്പോൾ കുഴപ്പമില്ല, കാണിക്കാൻ പറ്റും. മാർക്കിങ് ഇവൻ്റെ സെറ്റ് സാധനം. മാർക്കിങ്, റിക്കവറിയൊക്കെ പറയാൻ പറ്റില്ല. ഈ മാൾഡീനിൻ്റെ അടുത്ത് സ്ട്രൈക്കേഴ്സൊക്കെ വന്നാൽ സൂപ്പർബായിട്ട് ടാക്കിൾ ചെയ്ത് വിടും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല 117 തന്നെ സ്ട്രൈക്കേഴ്സ് വരുമ്പോൾ അധികം ഡൈവ് ചെയ്യാൻ പറ്റില്ല അവന്. അതാ നമ്മൾ മാർക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അടുത്ത നല്ല പാർട്ട്നേഴ്സാണ്. എൻ്റെ ഇവിടെ മറ്റേ കൗണ്ടൈനാണ് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കും. പിന്നെ അവന്മാർക്കൊരു ബോൾ കൊടുക്കട്ടെ, ഒരു ത്രൂ ഫ്രണ്ടിലേക്ക് ഒരു ത്രൂ ഇട്ട് കൊടുക്കുക. എടുത്തോ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് എടുക്കാം. അവന്മാർ എടുത്തുകൊണ്ട് പോട്ടെ. ദൈവമാർ കുഴപ്പമില്ല, ഒരു ഗോൾ അടിക്കുക. പെടാൻ. ഓക്കെ, അപ്പോൾ മാൾഡീനെ സ്ട്രോങ് ടാക്കിൾസ് കാണിച്ചിട്ട് ഡേറ്റ് എടുക്കാൻ പോണ്ട്. മാൾഡീനി വാടാ. ഇതാ സ്കോൾസ് തന്നെ ആക്കി വിടുന്നു. ഞാൻ മാൾഡീനിനെ കാണിക്കാനാണ് ആക്കി വിടുന്നത്. ഇപ്പോൾ സ്കോൾസിനെ എടുത്തിട്ട് കാണിക്കുന്നു. സൂപ്പർ. മാൾഡീനി ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലിയർ അടിച്ചു വിട്ടാലും ഒരു കുഴപ്പമില്ല എന്നല്ല, അതുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അവന്മാർക്ക് കിട്ടട്ടെ. സ്കോൾസ് ടാക്കിൾ ചെയ്ത് കൊണ്ടാട്ടാ, മാൾഡീനെ കൊണ്ട് ടാക്കിൾ ചെയ്തിട്ട് ഡേറ്റ് നമുക്ക് തന്നെ കിട്ടും. നമുക്ക് തന്നെ കിട്ടി. സെറ്റ്, ഒരു ലെഗിനോട് അടിച്ചുവിട്. എടുക്കട്ട്. ഇനി കാലിഫോറി പോണ്ട. മാൾഡീനി അടിപൊളി, സൂപ്പർ. ഇവന്മാരെ കൊണ്ട് തോറ്റ് ഒരു വീഡിയോ എടുക്കാൻ പോലും സമ്മതിക്കില്ല അവന്മാർ. റൊണാൾഡോ പോയി. ഞാൻ വെറിച്ചു. ഞാൻ അവന്മാർക്ക് കൊടുക്കണം. ഗോൾ അടിച്ച് വിടണം, പോരെ. ദിവസംവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെക്കൊണ്ട് മാൾഡീനെ ടാക്കിൾസ് കാണിപ്പിക്കില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യണം. നോക്ക്, അവന്മാർക്കൊന്ന് ബോൾ കിട്ടിയിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ശരിയാണ്, ഞാൻ എന്നാൽ മാൾഡീനിക്ക് കിട്ടുന്നവരെ ഒന്ന് കാത്തിരിക്കട്ടെ. ഞാൻ അവസാനത്തെ കളിയിൽ നോക്കി ഗോൾ കീപ്പറിനെ അപ്പുറത്തേക്ക് സെക്കൻഡ് പോസ്റ്റിക്ക് വരെ കൊണ്ടുവന്നു. എന്നിട്ട് അവന്മാർ ബോൾ എടുക്കാൻ നോക്കിയില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവന്മാരെ കൊണ്ട് ബോട്ടുകളാണ് പറഞ്ഞാൽ ബോൾ എടുക്കാൻ അറിയില്ലേ? എന്നാൽ ഇവൻ തന്നെ ഇട്ട് കൊടുക്കുക. എടുക്ക്. മാൾഡി കാലിഫോറി പോകേണ്ട ഒരു കാര്യം ചെയ്യുക, ഇവനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇടാം. പ്ലീസ് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂ. അടിപൊളി, സൂപ്പർ ട്ടാ. പടക്കുണ്ട്. ഇപ്പോൾ ഇവനെങ്ങനെയോ ഒരു കാര്യം ചെയ്യുക. ഓക്കെ. ഡേറ്റ് സെക്കൻഡ് ഹാഫ് വിളിക്കണ്ട, പണിയാണ്. മാൾഡീനി പോകണ്ട. മാർക്ക് അടിപൊളിയുടെ സെറ്റ് സാധനം. ഹെഡിങ്ങിലും എടുക്കുക. ഞാൻ ഒരു 10 മിനിറ്റ് എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് അടിപൊളി. ഇന്നൊരാവും തോന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
കൃത്യം മാൾഡിനിക്ക് ടാക്കിൾ ചെയ്യാൻ അവസരം കിട്ടി. മാൾഡിനി ടാക്കിൾ ചെയ്തു. എന്നിട്ടും ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു. സൂപ്പർ, അടിപൊളി. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നമ്മളല്ലേ അടിച്ചുവിട്ട് കിക്ക് ഓഫ്. ഇത്തവണ അവന്മാരടിക്കും. ഇതാരാ മറ്റേ കർത്തവൻ? കൗണ്ട് ചെയ്യുന്നു. കുഴപ്പമില്ല. ഗൈസ്, നമ്മൾ റേസസ് ഒന്നും അല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എനിക്ക് മറ്റേ കൗണ്ടിൻ്റെ മുഖം ഓർമ്മയില്ല, അതാണ് അങ്ങനെ. അയ്യോ, കൗണ്ടേ മാറിപ്പോ. സൂപ്പറാ മച്ചാനെ, കിടിലം. മതി. സൂപ്പർ. അമ്മ എടുക്കെടുക്ക്. പോടാ ബാക്കിയേ. അയ്യോ ജെയിംസ്, അയ്യോ ബാക്കിക്ക് അപ്പുറത്തോടെയോ. ഞാൻ അപ്പുറത്തെ ബെഞ്ചിക്ക് വെക്കോ. മാൾഡി അടിപൊളി. ഞാൻ കൗണ്ടിൻ്റെ അപ്പുറത്തേക്ക്. അയ്യോ കൊണ്ട് പോണ്ട. ജെയിംസ് എടുത്തവനെ വിട്ടു ഞാൻ. അടിപൊളി. ഗോളിക്ക് തന്നെ സ്ട്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ മാൾഡി. ഇതൊന്നും ഒന്നും എടുക്കണം മച്ചാൻ. ആരെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. ഞാൻ കുറേ നേരമായി പടാപ്പട വിടണു. എടാ മച്ചാനെ, എടുത്തോ. അടിപൊളിയാ, സൂപ്പർ. ഇവനോടുക്കാം. മച്ച ഇവനോട് കൗണ്ടൊക്കെ കൊടുക്കാനല്ലേ പറഞ്ഞേ. നിൽക്കട്ടെ മച്ചനെ. എങ്ങനെ എടുക്ക. അടി. ബാ. അടിപൊളി. സൂപ്പർ പാസ്. നിൽക്കട്ടെ, ഞാൻ ഒറ്റ മിനിറ്റ്. അങ്ങനെ ഒരു മാച്ച് കഴിഞ്ഞിട്ടും ഒരു ടാക്കിളിന് പോലും മാൾഡീനിയുടെ അടുത്തേക്ക് ബോൾ വന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും നിങ്ങളെ കാണിച്ചു തരാൻ? ഇനി H2H കളിക്കേ. H2H കളിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇവന്മാർ? അത് കുഴപ്പമില്ല, ഇവന്മാർ വന്നോളൂ. റിയൽ പ്ലേയേഴ്സ് ഒക്കെയാണെങ്കിൽ കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല. ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ ദ റിയൽ മാച്ച്. എന്നാലും ഞാൻ ഒരു മാച്ച് കഷ്ടപ്പെട്ട് കളിച്ചിട്ടും ആ പൊട്ടന്മാരെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല. പൊട്ടന്മാർ പറഞ്ഞത് എൻ്റെ പ്ലേസിനല്ലേ, മറ്റേമാരിയാണ്. ചെക്ക് സൂപ്പർ. ഇത് നമ്മുടെ അല്ലേ ഇപ്പുറത്ത്. 180, 170, 170. നമ്മുടെ പോലെ തന്നെ ഏകദേശം. നമ്മൾ UID ഒക്കെ ഇതാക്കി തരാം. നിങ്ങളുടെ ടീംസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാം. നിങ്ങൾ നോക്കണമെങ്കിൽ UID മറ്റേ ഇതിൽ അയച്ചാൽ മതി, കമൻറ്റിൽ. നമ്മൾ ടീമൊക്കെ എടുത്ത് നോക്കാം. പിന്നെ കുറേ OBR ആണെങ്കിൽ വല്ല സജഷൻസൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ടീം അത്ര വലിയ ടീമൊന്നും അല്ല, പിന്നെ ഞാൻ സജഷൻ പറഞ്ഞുതരാം. സെറ്റില്ലേ അവൻ്റെ ടീം സെറ്റ് സാധനം. എല്ലാ ഹൈ റേറ്റഡ് പ്ലേയേഴ്സ് ഉണ്ട് പെർഫോമൻസ് വൈസ്. ഗൈസ്, എനിക്ക് വീഡിയോയുടെ ബെസ്റ്റ് ഏത് പാട്ടാണ് ഇഷ്ടമായതെന്ന് വെച്ചാൽ ആ പാട്ടിൻ്റെ ഒരു ഇത് അയക്കട്ടോ. അടിപൊളി. ഇപ്പം നെറ്റ് ഇഷ്യൂ വന്നാൽ എനിക്ക് കലി വരും. മച്ചനെ ഇതൊന്ന് പാസ് പോത്ത്. അടിപൊളി. റൂണി ഷാഡോ സ്ട്രൈക്കർ. മറ്റേനോട് അടിച്ചോ. ഇതൊന്നും ഇവൻ നോക്കി നിൽക്കണ്. ഇവൻ ചാർജ് 37%. അതൊന്നും കുഴപ്പമില്ല. ഇവൻ ആ റൊണാൾഡോയാ? അടിയറാ. അടിപൊളി. ഇപ്പം നെറ്റ് പോയി. ജെയിംസ് അടിക്കണ്ട മച്ചാനെ, ഒരു പാസ് കൊടുത്താൽ പോരായിരുന്നു. റോണി ബാക്കിൽ കിടൂ. സൂപ്പറാ. ഞാൻ എണീച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സൂപ്പർബ്. സ്കോൾസ്. ഇപ്പം ഞാൻ കാര്യമായിട്ട് പറഞ്ഞ സൂപ്പർ. നോ അത് കളയരുത്, എടുക്ക്. അടിപൊളി. സെറ്റ് പെടാ. സ്കോൾസ് ഞങ്ങൾക്ക് അടിപൊളി. ആരും ഇല്ലാത്തവർക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്ത്. മണ്ടത്തരം. അവരെ പണ്ട് കാര്യമില്ല, അവരുടെ അടുത്ത് ഇങ്ങനെ കൊടുക്കുന്നത് ഞാനാ പറഞ്ഞു കൊടുക്കണം. മച്ചാനെ, മാൾഡിനെ കൊണ്ട് കാണിക്കാം. അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു ഗോളാവുന്നാണ് എൻ്റെ പ്രതീക്ഷിച്ച് പറയണത്. അമ്മ രക്ഷപ്പെട്ട് പോസ്റ്റ് കടിച്ചു വിട്ട്. മച്ചാന്മാർ ഇവന്മാർ തീക്കളി. അതിൻ്റെ ഒപ്പം എന്നെ നെറ്റ് പോകലും. മാൾഡിനെ എടുത്തോ. മറ്റവനോട് റോണിക്കല്ല ഉദ്ദേശിച്ചു ഞാൻ. ഒരു ത്രൂ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ പൊന്നോ, മറ്റേ സ്കൂൾ സൈഡ് മച്ചാനെ. അതൊക്കെ അത്ര എളുപ്പമുണ്ടേ. കൊടു ഫൗൾ കിട്ടോ മച്ചാനെ. ആ റഫറിക്ക് കണ്ണ് കാണില്ല തോന്നുന്നു. കാലക്കോറ് മാർക്ക് ചെയ്യും. രക്ഷപ്പെട്ട്. ഗൈസ്, ഈ കളി നമ്മൾ ജയിക്കുമോ? ഇത് നെറ്റിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുന്ന സമയം എന്തെങ്കിലും വട്ടത്തിൽ തോൽക്കാനാണ് സാധ്യത. അടിപൊളി. അവന് പാസ് കൊടുത്ത്. യമല എന്തെങ്കിലും ഒരു സ്കില്ല് ഇട്ടറാ. ബാക്കി ഇട് മച്ചാനെ. വെർച്വൽ സിക്ക് വെറുതെ കിടക്കണു അവിടെ. അയ്യോ, സ്കിൻ ചെയ്യറേ. അമ്മ രക്ഷപ്പെട്ട്. ഒരു സ്കില്ലിട്. ഒരെണ്ണം കൂടി. ഒരു പാസ്. അടി. എന്താ ആയത്? ഫ്രീ കിക്കാണ്. പാവന്മാർക്ക് ഫ്രീ കിക്ക്.
സൂപ്പർ, അടിപൊളി. ഇവന് കൊടുക്കാം, അവനും അടയ്ക്കണം. റഫീന മറ്റേ റൊണാൾഡോ, റൂണി യമലോട് അടിക്കറാ. യമൽ ഏറക്കിക്കണു. മാൾഡിനി എന്താ കാണിക്കുന്ന അവിടെ? ഒരു ടാക്കിലേക്ക് കൊണ്ടേ മച്ചവൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അവനെങ്കിലും നമുക്കൊരു ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പുറത്തേക്ക് പോകും, ഒരു ഹാൻഡ് ഷേക്ക്. ഓക്കെ, റഫി ഒരു ടാക്കിൾ, അടിപൊളി. അത് മൂഞ്ചി. കൗണ്ട് സൂപ്പറോ, അതെനിക്കിഷ്ടപ്പെട്ടു. മച്ചാ ആ പാസ് കൊടുത്താൽ തീർന്നു. അടിച്ചുവിട്. അടിപൊളി, അടി ത്രൂട്ടാ. സൂപ്പർ പാസറാ മറ്റവന്. റഫി മറ്റവന് മെല്ലെ പാസ് കൊടു. മെല്ലെ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് പറ്റും. ഇത് ഗോളടിക്കോ? അയ്യോ, ബാക്കട്. മറ്റേനോടത്തോ, അടിപൊളി, സെറ്റ്. പിന്നെ സെറ്റ്. മാൾഡിന് സെറ്റാ മച്ചാനെ. മാൾഡിന് എത്ര സെറ്റാണ് കൊണ്ടും കാര്യമില്ല, നമുക്ക് അവനെ കൊണ്ട് കളിക്കുക അറിയണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ വെച്ച് കളിക്കും. നല്ല നെറ്റുള്ള സമയത്ത്, അല്ലാണ്ട് ഇതേപോലെയല്ല, നല്ല നെറ്റുള്ള സമയത്തൊക്കെ കളിക്കുമ്പോൾ ഡിഫൻസാണ്. ഇതിപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മൂവ് ചെയ്താൽ ഇപ്പുറത്തേക്കാണ്, അല്ലെങ്കിൽ ആരുടെ സെക്കൻഡ് ഹാഫ് കളിച്ച്. സൂപ്പർ. മാൾഡിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ അത്ര ഉള്ളു. കണ്ട അവസാനം എനിക്ക് അത് എടുക്കാൻ പറ്റി. ദാറ്റ് മൊമെൻറ്റ് പ്രഷ്യസ് ടു മീ. ഒരു ബാക്കോലേ റൊണാൾഡോയ്ക്ക് കൊടുക്കുക, ഒന്ന് പേസിട്ട് ഓടിക്കോ. ബാക്ക് എടുക്കുക, റൂണിക്ക് കൊടുക്കുക, ഒരു ഫിനസ് അടിക്കടാ. അവരുടെ ഡിഫൻസ് കോയിമനാ. മാൾഡിനി അതാണ് എൻ്റെ ഒരു മാൾഡിനി മാർക്കി പേസ് കൊടുത്തോട്. അടിപൊളി. ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ല. അയ്യോ, emotional damage. You want some therapy? അങ്ങനെ അവന്മാര് ഗോളടിച്ച്. ഇത് ഗോളാവോ? ത്രൂട് അടിപൊളിയറാ. പക്ഷേ നമ്മുടെ കാലിൽ തട്ടിയിട്ട് പോയാൽ പറയും. രക്ഷപ്പെട്ടു. മാൾഡിനി ഉണ്ട്, പ്ലീസ് ഒരു ഹെഡ് ഗോളൊക്കെ മച്ചാനെ. ഞാൻ എൻ്റെ വീഡിയോ ഉണ്ട്. അടിപൊളി, സെറ്റ്, സൂപ്പർ. അവൻ്റെ സെറ്റ് കളിയായിരുന്നു കേട്ടോ. യെസ് ഗൈസ്, നമ്മൾ മാച്ചും കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതും കാണിച്ചു. മാച്ച് തോറ്റു, അത് വേറെ കാര്യം, അത് വിട്. നമ്മൾ പക്ഷേ ഡിഫൻസ് കാണിച്ചു. അവൻ്റെ ഡിഫൻസ്, നമ്മുടെ മിഡ്ഫീൽഡ് ആ സ്കോൾസ് കുറച്ച് പേരെ മാറ്റിയാലും നമ്മുടെ ആ ഒരു ഇതുകൾ, പിന്നെ കളിക്കാൻ കൂടി കുറച്ച് പഠിച്ചതോ. പിന്നെ നമ്മൾ മാൾഡിനെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അതായത് എന്താ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലെങ്കിൽ ആദ്യത്തെ പോയിട്ട് കാണും. അത് ഞാൻ പറഞ്ഞു, 3 മില്യൺ ജെംസ് കൊടുത്തിട്ട് ഈസ് മാൾഡിനി വർത്ത്? വൈ നോട്ട്? ഹീ ഈസ് വർത്ത്, നോ ഡൗട്ട്, ഹീ ഈസ് വർത്ത്. അവന് മുന്നത്തെ എൻ്റെ ഇതാരാന്നറിയോ നിങ്ങൾക്ക്? ഇവനെ ഇവിടെ വെച്ചിട്ട് എൻ്റെ മുന്നത്തെ സ്കോഡ് ഞാൻ പറഞ്ഞുതരാം. ഇതായിരുന്നു എൻ്റെ സ്കോഡ്. ഇവനെ കൊണ്ടൊന്നുമില്ല, കൗണ്ട് വന്നപ്പോൾ കുറച്ചുകൂടി ബാലൻസ് ആയി. പിന്നെ എൻ്റെ മുൻ ടീം റോയൽ ആൽബിയോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. അവനറിയില്ലേ, മറ്റേ ഞാൻ ഇപ്പം കാണിച്ചു തരാം. റോയൽ ആൽബിയോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. അവനായിരുന്നു എൻ്റെ ഇത്. റിവ്യൂ ഓഫ് ദി ഇയറിലുണ്ടാവും. ഇതിനിപ്പോൾ കുറേ മണിക്കൂർ എടുക്കുമല്ലോ. ഇതൊന്നും കാണണ്ട എനിക്ക്. പെട്ടെന്ന് പോട്ടെ ഗൈസ്. ഞാൻ എൻ്റെ ആ ഒരു ടീം ഓഫ് ദി ഇയർ സ്ക്വാഡില്ല, അത് വന്നിട്ട് ഇതാക്കാം. അത് നിങ്ങൾ കുറച്ചധികം കണ്ണടച്ചോ.